ധീരശങ്കരാഭരണം 29ാമത് മേളകർത്ത രാഗമായ ധീരശങ്കരാഭരണത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിലെ നോട്ട്സ് എന്നാണ് സ്വരത്തിന് പറയാം, നോട്ട്സ്. അപ്പോൾ ഈ തമിഴിലുള്ള ഒരു പേരാണ് നൊട്ടു. അങ്ങനെയാണ് ഈ നൊട്ടു സ്വരങ്ങൾ എന്ന് പറഞ്ഞ് പേര് വന്നത് എന്നാണ് പറയുന്നത്. നൊട്ടുസ്വരത്തിന്റെ സാഹിത്യം വളരെ ലളിതവും വളരെ ഗഹനവുമായ സംഗീത പഠനമാണ് എന്നാണ് പറയുന്നത്. ഇവിടെയും മുത്തുസ്വാമി ദീക്ഷിതർ തൻ്റെ ഇഷ്ടദേവതയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പല നൊട്ടുസ്വരങ്ങളും അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവതയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പല നൊട്ടുസ്വരങ്ങളും ഉള്ളത്. ഈ നൊട്ടുസ്വരങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ മുദ്രയായ ഗുരുഗുഹ എന്ന് പറയുന്ന മുദ്ര നമുക്ക് കാണാൻ കഴിയും. ഓരോ സംഗീതജ്ഞനും ഓരോ മുദ്രയുണ്ട്. അവരുടെ കൃതികൾ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ മുദ്ര നോക്കിയിട്ടാണ്. അതിൽ ആ ഒരു വാക്ക് അതിലുണ്ടായിരിക്കും. അതിനെയാണ് മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതികളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കതിൽ ഗുരുഗുഹ എന്ന് കാണും. അപ്പോൾ ആ കണ്ടാൽ അറിയാം അത് മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതിയാണെന്നുള്ളത്. അപ്പോൾ ഈ നൊട്ടുസ്വരങ്ങളിലും ഈ ഗുരുഗുഹ എന്നുള്ള പദം വരുന്നുണ്ട്. ഇവിടെ പറയുന്നത് ചെന്നൈക്കടുത്തുള്ള മണാലിയിൽ താമസിക്കുമ്പോഴാണ് മുത്തുസ്വാമി ദീക്ഷിതർ ബ്രിട്ടീഷ് ഡാൻസുമായും അവരുടെ സംഗീതവുമായും പരിചയപ്പെടുന്നത്. ബ്രിട്ടീഷ് സംഗീതവുമായി ബന്ധമുണ്ടായിരുന്ന മുത്തുസ്വാമി ദീക്ഷിതരുടെ സഹോദരൻ ബാലുസ്വാമി ദീക്ഷിതറാണ് വയലിൻ പഠിച്ച കർണാടക സംഗീതത്തിൽ ഈ സംഗീതോപകരണത്തെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വയലിൻ ആദ്യമായി നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ബാലുസ്വാമി ദീക്ഷിതരാണ്. അപ്പോൾ ബാലുസ്വാമി ദീക്ഷിതർ വയലിനിൽ സാധകം ചെയ്യുമ്പോൾ നമ്മുടെ മുത്തുസ്വാമി ദീക്ഷിതരാണെങ്കിൽ വീണ വിദ്വാനാണ്. അപ്പോൾ അദ്ദേഹം വയലിൻ പാഠങ്ങൾ സ്വരപ്പെടുത്തി വീണയിലേക്ക് മാറ്റി ആ സംഗീതം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ സംസ്കൃത കൃതികൾക്ക് സംഗീതം കൊടുക്കുകയാണ്. അപ്പോൾ വയലിൻ നോട്ട്സ് അദ്ദേഹം വീണയിൽ വായിച്ച് അത് അദ്ദേഹത്തിൻ്റെ സംസ്കൃത രചനയ്ക്ക് സംഗീതം നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നൊട്ടുസ്വരങ്ങൾ ഉണ്ടായത് എന്നാണ് പറയുന്നത്. കർണാടക സംഗീതത്തിൽ പുതിയൊരു സരണിക്ക് തന്നെ ഈ സംഗീത രൂപം വഴിതെളിച്ചു. അദ്ദേഹം എല്ലാ നൊട്ടുസ്വരങ്ങളും ധീരശങ്കരാഭരണം രാഗത്തിലാണ് രചിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് നൊട്ടുസ്വരത്തെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു വിവരണം ഞാനിവിടെ തന്നത്. ഞാൻ ഇന്നൊരു നൊട്ടുസ്വരം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു നൊട്ടുസ്വരം എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിച്ച നൊട്ടുസ്വരം അത് ഞാനിന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്ന് ഇതിൽ കാണിക്കാം. പമഗ ഗമരീരിക